എല്ലാവർക്കും ഹിന്ദി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. നീലി ചിടിയ എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ള കവിതയായിരുന്നു അത്. ഇനി നമ്മൾ 2ാമത്തെ ചാപ്റ്റർ എടുക്കാൻ പോവാണ്. 2ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? രു എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് അല്ലേ. എഴുതിയിരിക്കുന്നത് ആരാണ്? പാരോ ആനന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാകൃത്താണ് ഈ കഥ അല്ലേ. കഹാനിയാണല്ലേ ഇത്. അപ്പോൾ കഹാനി എന്ന് വെച്ചാൽ എന്താ മക്കളെ? കഥയ്ക്കാണ് കഹാനി എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു കങ്കാരുവിൻ്റെ കുട്ടികളുടെ കഥയാണ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ കഥ എങ്ങനെയാണ്. रू एक कंगारू का बच्चा था. कंगारू के बच्चों को जॉयस कहते हैं. वैसे ही कुत्ते के बच्चे को पिल्ला और बिल्ली के बच्चे को बिलौटा कहते हैं. അപ്പോൾ रू എന്ന് പറയുന്നത് एक कंगारू का बच्चा था. रू എന്ന പേരിൽ കങ്കാരുവിൻ്റെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. कंगारू के बच्चों को जॉयस कहते हैं. കങ്കാരുവിൻ്റെ കുട്ടികളെ എന്താണ്? ജോയ്സ് എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ പട്ടിയുടെ കുട്ടികളെ എന്ത് വിളിക്കും ഇംഗ്ലീഷിൽ? പപ്പി എന്ന് പറയില്ലേ. അപ്പോൾ ക്യാറ്റിൻ്റെ കുട്ടികളെ കിറ്റൺ എന്ന് പറയില്ല. അതുപോലെ തന്നെ കങ്കാരുവിൻ്റെ കുട്ടീനെ ഹിന്ദിയിൽ പറയുന്നത് ജോയ്സ് എന്നാണ്. വൈസേ ഹി കുട്ടേക്ക് ബച്ചേക്കോ പില്ല കഹത്തെ ഹെ അല്ലേ. കുട്ടേക്ക് ബച്ചേക്കോ അല്ലേ. കുത്താന്ന് വെച്ചാൽ എന്താ? നായയാണ്. കുത്താന്ന് വെച്ചാൽ നായയാണ്. നായക്കുട്ടികളെ എന്താ വിളിക്കുന്നത്? പില്ല എന്നാണ് വിളിക്കുന്നത്. നായക്കുട്ടികളെ പില്ല എന്ന് വിളിക്കുന്നു. ബില്ലി എന്ന് വെച്ചാൽ ആരാ? പൂച്ചയാണ് കേട്ടോ മക്കളെ. ബില്ലിക്ക് ബച്ചേക്കോ ബിലൗട്ട കേട്ടെ ഹെ. അപ്പോൾ ബില്ലി എന്ന് വെച്ചാൽ പൂച്ചയാണ്. ബിലൗട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാ? പൂച്ച കുട്ടി അല്ലേ. പൂച്ചക്കുട്ടികളെ എന്താ വിളിക്കുന്നത് ഹിന്ദിയിൽ? ബിലൗട്ട. അപ്പോൾ വേസേഹി എങ്ങനെയാണോ ജേസെ കുത്തേക്ക് ബച്ചേക്കോ പട്ടിക്കുട്ടികളെ പില്ല എന്ന് വിളിക്കുന്നത്, ഓർ ബില്ലിക്ക് ബച്ചേക്കോ ബിലോട്ട കേട്ടെ ഹെ. പൂച്ചക്കുട്ടികളെ എന്താ വിളിക്കുന്നത്? ബിലോട്ട എന്നാണ് ഹിന്ദിയിൽ വിളിക്കുന്നത്. उसकी अम्मी उसे रू रू बुलाती थी क्योंकि वह हमेशा रोता रहता था. रो क्यों रहे हो? अम्मी ने फिर से पूछा. क्या तुमको बहुत अकेला अकेला लगता है बेटा? जब से एक बारीक सी आवाज़ आई. हाँ मेरा कोई दोस्त नहीं. അപ്പോൾ പറയാണ് ഉസ്കി അമ്മി. അമ്മി എന്ന് വെച്ചാൽ അമ്മയാണ്. അമ്മ, ആ കങ്കാരുവിൻ്റെ അമ്മ എന്ത് ചെയ്യുന്നു? ഉസേ रू ബുലാത്തി ഹെ അല്ലേ. ആ കങ്കാരുവിൻ്റെ കുട്ടീനെ എന്തിനാണ് വിളിക്കുന്നത്? അപ്പോൾ നമുക്ക് വീട്ടിലൊരു വിളിപ്പേരുണ്ടാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ അപ്പു എന്ന് വിളിക്കും, കിച്ചു എന്ന് വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കില്ല. അപ്പോൾ കങ്കാരുവിൻ്റെ കുട്ടീൻ്റെ അതിൻ്റെ അമ്മ എന്താ വിളിക്കുന്നത്? रू എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. എന്താണ്? रू എന്നാണ് വിളിക്കുന്നത്. ബുലാത്തീത്തി എന്ന് വെച്ചാൽ വിളിച്ചിരുന്നത്. ക്യോക്കി എന്തുകൊണ്ടെന്നാൽ വ ഹമേശ രോത്ത രഹത്താത്ത അല്ലേ. അത് എപ്പോഴും എന്താണ്? രോത്ത രഹത്താത്ത അല്ലേ. രോത്ത എന്ന് വെച്ചാൽ കരയുന്നു, കരഞ്ഞുകൊണ്ടേയിരുന്നു അല്ലേ. ഹമേശ എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും. അപ്പോൾ ഹമേശ രോത്ത രഹത്താത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അത് കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടാണ് അതിനെ रू എന്ന് വിളിച്ചുകൊണ്ട് ഇരുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് രോ ക്യൂ രഹേ ഹോ, എന്തിനാണ് നീ കരയുന്നത് അല്ലേ. എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അമ്മീനെ ഫിർ പൂച്ച. അമ്മി എന്ന് വെച്ചാൽ അമ്മയാണ്. അമ്മ ഫിർ എന്നിട്ട് പൂച്ച ചോദിച്ചു. പൂച്ച എന്ന് വെച്ചാൽ പൂച്ചയല്ല, ചോദിച്ചു എന്നുള്ള അർത്ഥമാണ്. ചോദിച്ചു, അമ്മ ചോദിച്ചു. പൂച്ചനാന്ന് വെച്ചാൽ ഹിന്ദിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും? ക്യാ തുംകോ ബഹുത് അകേല ലഗ്താ ഹെ ബേട്ട. അപ്പോൾ ക്യാ തുംകോ എന്താ നിനക്ക്? ബഹുത്ത് വളരെ, അകേല എന്ന് വെച്ചാൽ ഒറ്റപ്പെടലാണ്. ഒറ്റപ്പെടലിനാണ് അകേല എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ക്യാ തുംകോ എന്താ നിനക്ക്? ബഹുത്ത് അകേല ലഗ്താ ഹെ ബേട്ട അല്ലേ. നിനക്കെന്താ ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ മോനെ? ജബ് സേ ഏക് ബാരീക് സി ആവാസ് ആയി. ജേബ് സേ ഏക് ബാരീക് സി ആവാസ് ആയി എന്ന് വെച്ചാൽ ജേബ് എന്ന് വെച്ചാൽ കീശയാണ്. കീശയിൽ നിന്നും അല്ലേ. ഏക് ബാരീക് സി ഒരു വലിയ ആവാസായി. ആവാസ് എന്ന് വെച്ചാൽ ശബ്ദമാണ്, സൗണ്ട്. എന്തോ വലിയ സൗണ്ട് കേട്ടു അല്ലേ. ഹാ മേരാ കോയി ദോസ്ത് നഹി. അപ്പോൾ
കങ്കാരുവിൻ്റെ കുട്ടി പറയാണ്, അമ്മ ചോദിക്കുകയാണ്, നിനക്ക് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. മേരാ കോയി ദോസ്ത് നെഹി. എന്താണ് കാരണം? എനിക്ക് ഒരൊറ്റ സുഹൃത്ത് പോലുമില്ല. ദോസ്ത് എന്ന് വെച്ചാൽ ആരാ? സുഹൃത്ത് കേട്ടോ. സുഹൃത്തിനാണ് ദോസ്ത് എന്ന് പറയുന്നത്. എനിക്ക് ഒരൊറ്റ സുഹൃത്ത് പോലുമില്ല, അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും എന്താണ്, ഒറ്റപ്പെടലാണ് അമ്മയെന്നാണ് ആര് പറയുന്നത്? രൂരു പറയുന്നത് അമ്മേൻ്റെ അടുത്ത്. പിന്നെയോ, അമ്മി खुशी से कूदने फादने लगी तो इसलिए उदास रहता था मेरा बच्चा. वो देर तक कूदती ही रही. ഇപ്പം എന്താ പറയുന്നത്? ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ലേ, എല്ലാവരും ഇങ്ങനെ തുള്ളിച്ചാടി കളിക്കുകയാണല്ലേ. അപ്പോൾ എന്താ, അമ്മി അല്ലേ, അമ്മി ആരാണ്? അമ്മ, കങ്കാരുവിൻ്റെ അമ്മ. ഖുഷീസെ അല്ലേ, ഖുഷി എന്ന് വെച്ചാൽ സന്തോഷത്തോടെ, ഹാപ്പി ആയിട്ട്, സന്തോഷത്തോടെ കൂതിനെ ഫാദിനെ ലഗി. കൂതിനെ ഫാദിനെ ലഗി എന്ന് വെച്ചാൽ തുള്ളിച്ചാടുക അല്ലേ, തുള്ളിച്ചാടുക. അപ്പോൾ കൂതിനെ ഫാദിനെ ലഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളിച്ചാടാൻ തുടങ്ങി അല്ലേ. അമ്മി ഖുഷീസെ കൂതിനെ ഫാദിനെ ലഗി. അമ്മ സന്തോഷത്തോടു കൂടി തന്നെ തുള്ളിച്ചാടാൻ തുടങ്ങി. तो इसीलिए എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഉദാസ് രഹത്താത്ത മേരാ ബച്ച അല്ലേ. ഉദാസ് രഹത്താത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമിച്ചിരുന്നത് അല്ലേ. മേരാ ബച്ച എൻ്റെ കുട്ടി. ഇതുകൊണ്ടാണ് എൻ്റെ കുട്ടി വിഷമിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ദേർ തക്ക് കൂതുത്തി രഹി അല്ലേ. അത് ഒരുപാട് സമയത്തിലേക്ക് എന്താ, സമയം കൂതുത്തി രഹി. കൂതിനെന്ന് വെച്ചാൽ എന്താ, തുള്ളിച്ചാടി അല്ലേ, തുള്ളിച്ചാടി. അപ്പോൾ ഒരുപാട് സമയത്തേക്ക് കങ്കാരു അമ്മ തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ അമ്മയും മോനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡൂരു അബ് ടൈം ആ ഗയാ ബച്ച, അമ്മി കി ഗോദ് സെ നിക്കാലോ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാओ. അപ്പോൾ രൂരുവിനോട് അമ്മ പറയാണ്, രൂരു അബ് ടൈം ആ ഗയാ ബച്ച അല്ലേ, ഇപ്പോൾ സമയമായി കുട്ടി അല്ലേ, മോനെ ഇപ്പോൾ സമയമായി. അമ്മയ്ക്ക് ഗോദ് എന്ന് വെച്ചാൽ മടിയാണ്, മടിത്തട്ട്. അമ്മയുടെ മടിയിൽ നിന്നും നിൽക്കല്ലോ, പുറത്തേക്ക് വരൂ അല്ലേ, പുറത്ത് വരൂ. എന്നിട്ടോ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാओ. ബാഹർ എന്ന് വെച്ചാൽ പുറത്ത് പോയി അല്ലേ, പുറത്ത് പോയിട്ട് എന്താക്കാൻ, ദോസ്ത് അല്ലേ. ദോസ്ത് എന്ന് വെച്ചാൽ കൂട്ടുകാരെ ഉണ്ടാക്കൂ അല്ലേ. ഡൂരു അപ്പോൾ ടൈം ആ ഗയാ ബച്ച. ഡൂരു ഇപ്പോൾ സമയമായി മോനെ. അമ്മയ്ക്ക് ഗോദ് സെ നിക്കലോ ഓർ ബാഹർ ജാക്കർ ദോസ്ത് ബനാओ. അപ്പോൾ അമ്മയുടെ മടിയിൽ നിന്ന് എണീറ്റിട്ട് അവൻ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരുമെന്ന് അമ്മ പറയാണ് ഡൂരുവിനോട്. ഡൂരുവിനെ തോടാ ഡർത്തെ ഹുए झिझकते हुए होले से अम्मी की जेब से सिर बाहर निकाला. അപ്പോൾ രൂരു എന്താ ചെയ്യുന്നത്? രൂരുവിനെ തോടാന്ന് വെച്ചാൽ കുറച്ച്, ഡർത്തെ ഹുയെ, ഡർന്നാന്ന് വെച്ചാൽ പേടിച്ചിട്ട് അല്ലേ, കുറച്ചൊന്ന് പേടിച്ചിട്ട്, എന്താ ഡർത്തെ ഹുയെ പേടിച്ചിട്ട്, ജിജക്തെ ഹുയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയോട് കൂടി അല്ലേ, മടിയോട് കൂടി അല്ലേ, കുറച്ച് ലേസി ആയിട്ട്. ജിജക്തെ ഹുയെ ഹോലേസെ എന്ന് വെച്ചാൽ ധീരേസെ അല്ലേ, മെല്ലെ. അമ്മയ്ക്ക് ജേബിസെ, അമ്മയുടെ നെഞ്ചിൽ നിന്നും സിർ ബാഹർ നിക്കാല, തൻ്റെ സിർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല ബാഹർ നിക്കാല, പുറത്തെടുത്തു. ദുനിയ കിത്തനി ബഡി തീ. അപ്പോൾ പുറത്ത് എന്താ കാണുന്നത്? ദുനിയ അല്ല, ലോകം. കിത്തനി എത്ര, ബഡി തീ, ബഡി എന്ന് വെച്ചാൽ വലുതാണ്. അപ്പോൾ ലോകം എത്ര വലുതാണ്? ദുനിയ കിത്തനി ബഡി തീ. കിത്തനെ സുന്ദർ അല്ലേ, എത്ര സുന്ദരമാണ് ലോകം. കിത്തനെ സാരെ രംഗ് അല്ലേ, എത്ര നിറങ്ങളാണ്. രംഗ് എന്ന് വെച്ചാൽ നിറങ്ങൾ. ആവാസെ അല്ലേ, പുറത്ത് എടുക്കുമ്പോൾ ഇതൊക്കെ കാണുകയാണ്. ആവാസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദങ്ങൾ. കിത്തനെയും ഖുഷ്ബു അല്ലേ, എന്തൊക്കെ തരത്തിലുള്ള മണമാണുള്ളത്. മണത്തിനാണ് എന്ത് പറയുന്നത്? ഖുഷ്ബു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രൂരു അമ്മയുടെ നെഞ്ചിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? ദുനിയ കിത്തനി ബഡീത്തി അല്ലേ, ലോകം എത്ര വലുതാണ്. കിത്തനി സുന്ദരം, എത്ര സുന്ദരമാണ്.
ഇത്തനെ സാരെ രംഗ്, എത്ര എത്ര നിറങ്ങളാണുള്ളത്. ആവാസ് കിത്തനി ഖുശ്ബു, അല്ലെ, എത്ര എത്ര ശബ്ദങ്ങൾ കേൾക്കുന്നു, എത്ര എത്ര സുഗന്ധങ്ങൾ ഉണ്ട് ഈ ലോകത്ത്. पर रूरू सहम गया, इतनी बड़ी दुनिया थी बाहर। अम्मी कंगारू थोड़ी देर तो सब्र किए रही, फिर हल्के से तबकी दी। फिर रूरू को खुद जेब से निकालने की कोशिश करते देखने लगी। आखिर रूरू जेब से बाहर निकला, पर रूरू सहम गया. പക്ഷേ രൂരു എന്താണ് സഹംഗ എന്ന് വെച്ചാൽ പകച്ചു പോയി, അല്ലേ, പകച്ചു പോകുന്നതിനാണ് എന്ത് പറയുന്നത്. രൂരു സഹംഗ എന്ന് വെച്ചാൽ പകച്ചു പോയി. ഇത്തനീ ബടി ദുനിയാ തി ബാഹർ, എന്തുകൊണ്ടാണ് പകച്ചു പോയത്. ഇത്തനീ ബടി, ഇത്രയും വലിയ, ദുനിയ എന്ന് വെച്ചാൽ ലോകം, അല്ലേ, ഇത്രയും വലിയ ലോകമാണ് പുറത്തുള്ളത്. ബാഹർ എന്ന് വെച്ചാൽ പുറത്ത്. അമ്മി കങ്കാരു തോടി ദേർത്തോ സബ്ര കിയെ. അമ്മി കങ്കാരു എന്ന് വെച്ചാൽ അമ്മ കങ്കാരു, തോടി ദേർ കുറച്ച് സമയം, സബ്ര കിയെ രഹി. സബ്ര കർണെന്ന് വെച്ചാൽ എന്താ, കാത്തിരുന്നു, ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതിന് സബ്ര കിയ എന്ന് പറയുന്നത്. ഫിർ ഹൽക്കേസെ തബ്കി ദി, പിന്നെയോ ഹൽക്കേസെ നേർത്ത രീതിയിൽ, തബ്കി ദേനെന്ന് വെച്ചാൽ ചുമലിലൊന്ന് തട്ടി, അല്ലേ, ചുമലിൽ തട്ടി. ഫിർ रूरू को खुद जेब से निकालने की कोशिश करते देखने लगी. ഫിർ എന്നിട്ടോ രൂരുവിനെ ഖുദ് ജേബ് സെ നിക്കാലിനെങ്കിൽ, സ്വയം എന്താ, തൻ്റെ ആ സഞ്ചിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് കോശിഷ് കർത്തെ ദേഖ്തേന്, അല്ലേ, പരിശ്രമിക്കാൻ തുടങ്ങി. കോശിഷ് കർണെന്ന് വെച്ചാൽ പരിശ്രമിച്ചു, അല്ലേ. അപ്പോൾ കങ്കാരു എവിടെയാണ് കുട്ടികളെ ഇട്ട് നടക്കുക. അതിൻ്റെ ഒരു സഞ്ചി ഉണ്ടാവും, അതിനുള്ളിലാണല്ലേ. അപ്പോൾ അതിനുള്ളിൽ നിന്നും സ്വന്തം ആ കങ്കാരു എന്ത് ചെയ്തു, അമ്മ കങ്കാരു കുട്ടീനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു. ആഖിർ അവസാനം എന്ത് സംഭവിച്ചു, രൂരു ജേബ് സെ ബാഹർ നിക്കല. അപ്പോൾ രൂരു എന്താ, ജേബ് സെ ആ സഞ്ചിയിൽ നിന്നും ബാഹർ നിക്കല പുറത്തേക്ക് വന്നു.